ഹായ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ഒരു ഹാഫ് ലിറ്റർ വെള്ളം കുടിച്ചിട്ടാണ് ഡെയിലി നമ്മൾ രാവിലെ എണീക്കേണ്ടത്. സോ അത് കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രെച്ചിങ് നമുക്ക് ബോഡിക്ക് ഏറ്റവും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവിടെ കുറച്ച് ടൈപ്പ് സ്ട്രെച്ചിങ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഹേൽ എക്സേലാണ്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താലും മതി. പിന്നെ രണ്ടാമത് നമ്മുടെ ഫുൾ ബോഡി ബെൻഡ് ചെയ്തിട്ട് ഒരു നോർമൽ സ്ട്രെച്ച് ഔട്ട്, അത് സ്ട്രെച്ച് ഇൻ, സ്ട്രെച്ച് ഔട്ട്, ബെൻഡ് ഓവർ, അങ്ങനെയാണ് ഞാൻ വിളിക്കുക. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെച്ച് ഇൻ, സ്ട്രെച്ച് ഔട്ട്, ബെൻഡ് ഓവർ, അതാണ് അതിൻ്റെ ഫോർമേഷൻ. രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ ഫുള്ളായിട്ട് ബെൻഡ് ചെയ്തിട്ട് ക്രോസ് ഓവർ ചെയ്തിട്ട് സർക്കിൾ ചെയ്യുക. ആ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ തല നമ്മുടെ മേലേക്ക് പോണ കൈൻ്റെ അവിടേക്ക് നോക്കിയിരിക്കണം. മൂന്നാമത്തെ നമ്മുടെ ഷോൾഡർ ലെവലിൽ, അതായത് ചെസ്റ്റ് ലെവലിൽ നേരക്ക് കൈ വെച്ചിട്ട്, അതായത് ചെസ്റ്റിന് ആക്ഷൻ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. രണ്ടാമത്തെ നമ്മുടെ ഷോൾഡറും കാലും കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്ലെക്സ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പൊസിഷനിൽ നമ്മുടെ നീസ് പൊക്കിയിട്ട് മെല്ലെ കൈ മേലേക്ക് ഉയർത്തുക. രണ്ട് കാലും റൊട്ടേറ്റ് ചെയ്യണം. അത് ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യണം, ക്ലോക്ക് വൈസും ചെയ്യണം. അത് ലെഫ്റ്റ് ലെഗും ചെയ്യണം, റൈറ്റ് ലെഗും ചെയ്യേണ്ടതാണ്. ഇതെല്ലാം സ്ട്രെച്ചിങ് എല്ലാം ചെയ്യേണ്ടത് 3 times നമ്മുടെ പാർട്ടിക്കിൾസ്, അതായത് ഒരു പാർട്ടിന് ചെയ്യേണ്ടതില്ല. ബട്ട് ഇൻ കേസ് ഓഫ് കുറച്ചൊക്കെ ചെയ്യണം. ഇത് നമ്മുടെ ഹെഡ് മൂവ്മെൻറ്റ് എല്ലാ സൈഡിലേക്കും മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മുടെ ജോലൈനും കാര്യങ്ങൾക്കൊക്കെ മൂവ്മെൻറ്റ് കാര്യങ്ങൾ ഒരു അത് കാണിക്കാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് നിൽക്കുക. നമ്മുടെ ഫീറ്റ് കറക്റ്റ് നേരെ പോയിട്ട് കാലുമ തൊടാൻ നോക്കുക. പറ്റാവുന്ന അർത്ഥത്തൊന്നും തൊടാം, അല്ലാത്തൊരു അതിൽ ചെയ്ത പോലെ മുട്ടും കാലിൽ അത്രയും തൊടാൻ നോക്കുക. രണ്ടാമത്തെ കാല് മാക്സിമം ബാക്കിലേക്ക് ബെൻഡ് ചെയ്യിപ്പിക്കുക. ഇത് വെരിക്കോസ് പോലത്തെ അസുഖങ്ങളൊക്കെ ഇത് കാരണം ഇല്ലാണ്ടാവും. കാരണം കാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ട്രെച്ചപ്പ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്ട്രെച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെല്ലെ കാർഡിയോയിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ജമ്പിങ് ജാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജമ്പിങ് ജാക്സിൻ്റെ ഒരു ഫോർമേഷൻ. അത് 30 × 3 പ്രാവശ്യം, അങ്ങനെ 3 sets ആയിട്ട് 30 റെപ്പ് വെച്ചിട്ട് 3 പ്രാവശ്യം വെച്ച് ചെയ്യണം. ജമ്പിങ് ജാക്സ് കഴിഞ്ഞതിന് ശേഷം ഹൈനീസാണ് പ്ലാൻ ചെയ്യുന്നത്. ഹൈനീസ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ബിഗിനർ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അതല്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണ മൂവ്മെൻറ്റ് തന്നെ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി ചെയ്യാൻ നോക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നോർമൽ പക്ക സ്പീഡിലായിട്ട് ഒരു 30 × 3 times സെയിം ആസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അടുത്ത നമ്മൾ ബട്ട് കിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ചെയ്തിരിക്കുക. നമ്മുടെ കാല് മാക്സിമം നമ്മുടെ ബട്ടിലേക്ക് ലെവലിൽ റേസ് ചെയ്യുക. അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നൊരു സ്റ്റാർട്ടിങ് മൂഡാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ടച്ച് ചെയ്താലും മതി. ഇനി അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രഞ്ചസ് ആണ്. അത് ഞാനിപ്പോൾ ഫുള്ളായിട്ടുള്ള ക്രഞ്ചസ് കാണിക്കണില്ല. ജസ്റ്റ് നിലത്തേക്ക് എടുക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് എണീച്ചിട്ട് നമ്മുടെ കാൽവെക്ക് ചുറുക. ഇതാണ് നോർമൽ ക്രഞ്ചസ്. ഇത് ബിഗിനർ സ്റ്റേജിൽ കാണിക്കുന്നതാണ്. നമുക്ക് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം. അടുത്തത് റഷ്യൻ ട്വിസ്റ്റാണ്. ഇതെല്ലാം 3 × 3 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ പോലെ കാണിക്കുന്നതാണ്. ഇത് റഷ്യൻ ട്വിസ്റ്റ് നോർമൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതെല്ലാം കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കാല് കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇതുപോലെ സ്പീഡിൽ ചെയ്യാനുള്ള ട്രൈ ചെയ്യാം. അതും 30 × 3 ആട്ടോ. അത് 30 വേണ്ട, ഒരു 50 × 3 വെച്ച് ചെയ്താൽ മതി. പിന്നെ പ്ലാങ്ക് നിങ്ങൾക്ക് നോർമലായിട്ട് അറിയാം, ബട്ട് പ്ലാങ്കിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടിരിക്കണം. അതും 30 seconds വെച്ചിട്ട് 3 times ചെയ്യണം. ഇനി മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അത് അധികം ആൾക്കാരും ചെയ്യില്ല. വർക്കൗട്ട് കഴിഞ്ഞാൽ എപ്പോഴും സ്ട്രെച്ച് ഔട്ട് ചെയ്യണം. സ്ട്രെച്ച് ഔട്ട് മീൻസ് നമ്മുടെ ശരീരം ഇതുവരെ ചെയ്തതല്ലേ, സോ അതിനൊരു ആക്ഷൻ ഇതാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബോഡി എന്തെങ്കിലും റിക്കവർ ചെയ്ത് കിട്ടില്ല. സോ പിന്നെ നമുക്ക് വർക്കിനൊക്കെ പോകേണ്ടതാണ്. സോ നമ്മുടെ ബോഡി മാക്സിമം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാ വർക്കൗട്ട് കഴിഞ്ഞിട്ടും ഇതുപോലെ സ്ട്രെച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊക്കെ. ഇനി നമുക്ക് ഫുഡിൻ്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ചപ്പാത്തി, ഒരു ഹാഫ് പോർഷൻ പ്ലേറ്റിന് ഹാഫ് പോർഷൻ വെജീസ്, അത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഞാൻ മെയിനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാല്, അതുപോലെ മുതിരയും, അതായത് നമ്മുടെ പരിപ്പും മുതിരയാണ്, പിന്നെ കോഴിമുട്ടയും. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 gram റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഹാഫ് പോർഷൻ ഓഫ് വെജീസ്, ക്യാരറ്റിൻ്റെ ലെച്ചൂസാണ് ഞാൻ മെയിനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കനും ഒരു 250 gram ചിക്കനുമാണ് ലഞ്ചിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മാക്സിമം നമ്മുടെ ഓഫീസുകളിൽ ഉണ്ടാകുമ്പോൾ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതലും സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആകാൻ നോക്കാം. നമുക്ക് ഈവനിങ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ള ചെസ്റ്റ് പ്രസ്സാണ്. ഡംബലാണ് ഇന്ന് കളിച്ചിട്ടുള്ളത്. അത് 15 × 3 times ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ബെൻഡ് ഓവറാണ്. ഇതാണ് പൊസിഷൻ വരുന്നത്. അതും 15 × 3 times ആണ്. അടുത്തത് ഓവർ ഹെഡ് പ്രസ്സാണ്. അത് ഇരുന്നിട്ട് ഡംബൽ റൈസ് പോലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും 15 × 3 times.
അടുത്ത നോർമൽ ഡംബൽ കേൾ, അതായത് നമ്മൾ ബൈസെപ്സിന് ചെയ്യണ നോർമൽ ഡംബൽ കേൾ. ഇത് ട്രൈസെപ്സ് പുഷ് ഡൗൺ. ഇതെല്ലാം 50 into 3 times ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻക്ലൈൻ ത്രെഡ്മിൽ വാക്കിംഗ് ആണ്, അത് 20 minutes മസ്റ്റ് ചെയ്യണം ആഫ്റ്റർ വെയ്റ്റ് ട്രെയിനിങ്. പിന്നെ ഒരു നോർമൽ ട്വിസ്റ്റിങ്, അത് നല്ലതാണ്. അടുത്ത ഡിന്നറിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വെജീസാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഒരു കംപ്ലീറ്റ് ഒരു ഡേ പ്രോസസ്സ്. സോ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ മാക്സിമം വെയിറ്റ് പുഷ് ചെയ്യാൻ നോക്കുക. ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.